നമസ്കാരം, ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം 3 കൗണ്ടേഴ്സിലായിട്ടാണ് സാധനം വരുന്നത്. ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റൂ. എന്താ ഉറക്കം വരുന്നു. വളരെ മികച്ച പരിപാടിയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം, പൈസയുടെ ആർത്തിയിൽ അവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. ഇതെന്റെ വേറൊരു മൂഡിൽ ഞാൻ എഴുതിയതാ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് അയാളുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച ഒരാളാ. ഐറ്റംസ് കണ്ടോളി. ഇതിന് ഫുള്ള് നോക്കുമ്പോ ബിരിയാണിക്കകത്ത് ദാ കിടക്കുന്നവൻ, ദാവൻ ദാവൻ ഈച്ച 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 ഇതായവൻ ബിരിയാണിയാണോ? ഇത് ഞമ്മളത്ര ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നുമില്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. പക്ഷെ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ്. സാമ്പാറും സംഭവങ്ങളൊക്കെ തോൽവിയാണ്. വൃത്തിയും വലിയ പ്രശ്നമാണ്. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. നല്ല ചൂടുണ്ട്. ചൂട് മാത്രമല്ല, ടേബിളിലൊക്കെ മൊത്തം ഈച്ച നോട്ട് ഹൈജീൻ. നല്ല പരിചയമുള്ള സ്ഥലമല്ലേ? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. സോക്കർ ഓഫ് UK ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യും. എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്. അവിടെ ഒരു ഈച്ച ശല്യമില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇതേ മൃണാല് തന്നെ ഈച്ചയെ കുറിച്ച് പറഞ്ഞത് കേട്ടോട്ടെ. സ്വന്തം റെസ്റ്റോറന്റിൽ ഈച്ച എന്നെ എടുത്തോണ്ട് വന്ന തോന്നി. ഇന്ന് ഈച്ച കൂടുതലാണല്ലോ. ഞാൻ ഈച്ച എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചാൽ അപ്പുറത്തെ തോട്ടിന്ന് അല്ലാണ്ട് ഈച്ച എവിടുന്ന്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. കൊച്ചിയിൽ ഏതൊരു റെസ്റ്റോറന്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ. അവിടെ വളരെ റെഗുലറായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ, ഐ മീൻ, ഹാവ് യു ബീൻ ദേർ? നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് വരിക? ആരാ? അയ്യോ, എന്തൊരു ഫലിതം. എനിക്ക് ചിരി വന്നിട്ട് കുടലും അറിയണു. സിനി, വൈ ആർ യു ഫേക്കിംഗ് യുവർ സെൽഫ്? ഇപ്പം നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഐ മീൻ, നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റും. കാരണം ഇതുപോലുള്ള ലൂസേഴ്സിനെയും അലവലാദികളെയും യു ആർ നോട്ട് വെൽക്കം ഹിയർ. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഒരു ആക്രി സാധനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വെക്കുന്ന പോലെ അല്ലല്ലോ ഭക്ഷണം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സാധനമല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാധനം പോലെ അല്ല. കുറച്ചു മുമ്പ് നീ അങ്ങനെയല്ലോ പറഞ്ഞു. എപ്പോ? നേരത്തെ ഓൻ എന്താ പറഞ്ഞെന്ന്? സർ, ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. എനി കമന്റ്സ് ഓൺ ദാറ്റ്? വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. അവർക്ക് ഇഷ്ടം പോലെ വേറെ പണി. മീഡിയ മലയാളം ചേട്ടാ, ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നുമോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീക്ക് എവിടുന്ന് വരുന്നടാ? നീ ഊതിക്കുക, പക്ഷേ അടുപ്പിലൂതുന്ന ആസനത്തിലൂത്. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.